ഹലോ കൂട്ടുകാരെ. അങ്ങനെ മഴത്തോരും മുമ്പേ സീരിയലിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ആ സത്യം അറിയാണ് കേട്ടോ. തൻ്റെ അമ്മയാണ് വൈജയന്തി എന്ന സത്യം ബാലചന്ദ്രൻ തിരിച്ചറിഞ്ഞു എന്ന് അലീന മനസ്സിലാക്കുകയാണ് കേട്ടോ. അത് അലീനയ്ക്ക് വലിയൊരു ഷോക്കായിരുന്നു. ആ സത്യം ഒരിക്കലും ബാലചന്ദ്രൻ അറിയണമെന്ന് അലീന ആഗ്രഹിച്ചിരുന്നില്ല. അതവരുടെ കുടുംബജീവിതത്തെ തന്നെ തകർക്കാൻ കൽപ്പുള്ള ഒരു ആറ്റം ബോംബ് തന്നെയാണ്. താൻ കാരണമാണ് ഇപ്പം ഈ കുടുംബം തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നതെന്നുള്ള കാര്യം അലീനയ്ക്ക് മനസ്സിലാവാണ് കേട്ടോ. അത് അലീനയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അലീന പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുന്നുണ്ട് കേട്ടോ, സത്യങ്ങൾ മറച്ചു വെച്ചതിൽ. എന്നിട്ട് അലീന പറയുന്നുണ്ട്, താൻ ഒരിക്കലും ഈ കുടുംബം തകർക്കണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ വന്ന ഒരാളല്ല. അമ്മയാരെന്നറിഞ്ഞപ്പോൾ ഒന്ന് കാണണം തോന്നി, അത്രമാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. അലീന ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ മൗനത്തിൽ തന്നെയാണ് കേട്ടോ. അവസാനം അലീന പറയുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കണം. എനിക്കിനി ഇവിടെ തുടരാൻ സാധിക്കില്ല. ഇനി ഒരിക്കലും നിങ്ങളുടെ ആരുടെയും ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങി വരില്ല. ഇത്രയും പറഞ്ഞു കഴിയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട് കേട്ടോ, അങ്ങനെ പോകാൻ വേണ്ടിയാണോ ഞാൻ നിന്നെ ഇവിടെ പിടിച്ചു നിർത്തിയത്? അതിനായിരുന്നെങ്കിൽ എനിക്ക് എന്നേ ആകാമായിരുന്നു. നീ ഇവിടെ വേണം, ഇവിടെ തന്നെ ജീവിക്കണം. പിന്നെ വൈജയന്തിക്കുള്ള ശിക്ഷ അതവളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കല്ലേ. സ്വന്തം മകളാണെന്നറിയാതെ തന്നെ നിന്നെ ശിക്ഷിക്കുന്നതിലൂടെ അവൾ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങല്ലേ. ഇതെല്ലാം തിരിച്ചറിയുന്നൊരു ദിവസം അവൾ നെഞ്ചു പൊട്ടിക്കരയും. അതിൽ കൂടുതലൊരു ശിക്ഷ അവൾക്കിനി കൊടുക്കാനില്ല. ഇനിയും നിനക്കിവിടുന്ന് പോകാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നീ ഇപ്പം ഈ കേട്ട ഓഡിയോ റെക്കോർഡിംഗ് ഞാൻ എല്ലാവരെയും കേൾപ്പിക്കും. വൈജയന്തിയും എൻ്റെ മക്കളും ഉൾപ്പെടെ എല്ലാവരെയും. അതോടുകൂടി വൈജയന്തി ഇല്ലാതാവും. അതാണോ നിനക്ക് വേണ്ടത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് പോകാം, ഞാൻ തടയില്ല. മറിച്ചാണെങ്കിൽ നിനക്കിവിടെ നിൽക്കാം, എൻ്റെ മകളായിട്ട്, ഈ ബാലചന്ദ്രമേനോൻ്റെ മകളായിട്ട്. ഇനി നിനക്ക് തീരുമാനിക്കാം എന്ത് വേണമെന്ന്. അലീനയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ. അങ്ങനെ പോകണ്ടെന്ന് തന്നെ അലീന തീരുമാനിക്കുന്നുണ്ട്. ഇത് കേട്ടതും ബാലേന്ദ്രന് സന്തോഷമായിട്ടോ. അങ്ങനെ അലീന താഴെ വന്ന് വൈജയന്തിയുടെ കാല് പിടിച്ച് അപേക്ഷിക്കുന്നുണ്ട്, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞിട്ട്. അത് കേട്ടതും വൈജയന്തിക്ക് കലി കയറിയിട്ടോ. ഇത്രയും നേരം ഇവിടുന്ന് പോകാൻ തയ്യാറായി നിന്നവൾ പെട്ടെന്ന് എങ്ങനെയാ മനസ്സ് മാറിയത്? അതിനു മാത്രം എന്താ ബാലേന്ദ്രൻ നിന്നോട് പറഞ്ഞത്? അലീനയ്ക്കാണെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇല്ല കേട്ടോ. എന്നെ പറഞ്ഞു വിടരുതെന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിക്കുന്നുണ്ട് വൈജയന്തിയോട്. വൈജയന്തി ഇതെല്ലാം നേരെ രാജീവനെ വിളിച്ചറിയിക്കുന്നുണ്ട്. രാജീവനാണെങ്കിൽ ആകെ കലി തുള്ളിയാണ് നിൽക്കുന്നത്. ഇന്ന് ഞാൻ അവളെ അടിച്ചിറക്കും എന്ന് പറഞ്ഞിട്ടാണ് രാജീവൻ നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, കൊച്ചച്ഛനൊന്ന് സമാധാനമായിട്ടിരിക്കെ, ഇതിങ്ങനെയല്ല ഡീൽ ചെയ്യേണ്ടത്. പ്രശ്നം കൂടുതൽ വഷളാവത്തേ ഉള്ളൂ. ഞാൻ ആദ്യം പോവാം, അങ്കിളും ആൻറ്റിയായിട്ടൊന്ന് സംസാരിക്കട്ടെ. എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്ന് അറിയണ്ടേ? അത് കഴിഞ്ഞിട്ട് കൊച്ചച്ഛൻ അങ്ങോട്ട് വന്നാൽ മതി. അങ്ങനെ പറഞ്ഞ് മനു വരുന്നുണ്ട് കേട്ടോ കടപ്പാട്ടൂരേക്ക്. മനു ആണെങ്കിൽ വൈജയന്തിയായിട്ടും ബാലേന്ദ്രനായിട്ടും മാറി മാറി സംസാരിക്കുന്നുണ്ട്. രണ്ടുപേരും അമ്പിനും വില്ലിനും അടുക്കാത്ത അവസ്ഥയിലാണ് കേട്ടോ നിൽക്കുന്നത്. വൈജയന്തിയും മുത്തശ്ശിയും പിള്ളേരടക്കം അലീനയെ പറഞ്ഞു വിടാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നാൽ ബാലേന്ദ്രൻ മാത്രം ഒരു നിമിഷം പോലും അലീനയെ ഇവിടെ നിന്ന് മാറ്റി നിർത്താൻ സമ്മതിക്കുന്നില്ല. മനു എത്ര നോക്കിയിട്ടും അത് ഒത്തുതീർപ്പാവുന്നുമില്ല. അപ്പോൾ വൈജ മനുവിനോട് പറയുന്നുണ്ട്, എന്നാൽ നീ പോയി അവളെ കെട്ടടാ, കെട്ടി അങ്ങ് കൊല്ലപ്പള്ളിയിലേക്ക് കൊണ്ടുപോ. ഇത് കേൾക്കുമ്പോൾ മനുവും പറയുന്നുണ്ട്, അത് ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഞാൻ അവളെ കെട്ടിക്കൊണ്ട് ഈ വീട്ടിലോട്ട് കയറി വരില്ല, കൊല്ലപ്പള്ളിയിലേക്ക് പോവൂ. അതോർത്ത് ആൻറ്റി ടെൻഷൻ അടിക്കണ്ട. അതിനുശേഷം മനു അലീനയെ കാണാൻ പോകുന്നുണ്ട്. അലീനയാണെങ്കിൽ ഈ ബഹളങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി അടുക്കളയുടെ ഒരു മൂലയ്ക്ക് പോയിരുന്ന് കരയായിരിക്കും കേട്ടോ. കരഞ്ഞു തളർന്ന് അലീന അങ്ങ് മയങ്ങി പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വൈജയന്തിയും ഹരിയും ബബീതിയും ഒക്കെ കൂടി ഗേറ്റിന് വെളിയിലേക്ക് പിടിച്ച് പുറത്താക്കുന്ന പോലെ അലീന സ്വപ്നം കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നത് മനുവിനെയാണ്. അലീനയുടെ ഈ അവസ്ഥ കണ്ട് മനുവിന് ശരിക്കും വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അലീനയുടെ അടുത്ത് തന്നെ വന്നിരിക്കുന്നുണ്ട് മനു. മനുവിനെ കണ്ടതും അലീന പൊട്ടിക്കരയാൻ തുടങ്ങി കേട്ടോ. അപ്പം മനു ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇങ്ങനെ കിടന്ന് കരയുന്നേ? സെൽഫ് റെസ്പെക്റ്റ് കളഞ്ഞ് ഇനി നീ ഇവിടെ നിൽക്കണ്ട. അങ്കിൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞാനല്ല നിൻ്റെ കെയർ ടേക്കർ, എനിക്കാണ് നിൻ്റെ ഉത്തരവാദിത്തം. നമുക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പം അലീന പറയുന്നുണ്ട്, ഇനി എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല മനുവേട്ടാ. കുറച്ച് മുമ്പായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പോയേനെ. പക്ഷേ ഇപ്പോൾ എനിക്കിവിടുന്ന് പോകാൻ പറ്റത്തില്ല.
ഞാൻ എത്ര ആഗ്രഹിച്ചാലും എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത്ര മാത്രമേ എനിക്ക് മനുവേട്ടനോട് പറയാൻ പറ്റത്തുള്ളൂ. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. അങ്ങനെ അലീന കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. ഈ കരച്ചിൽ കാണുമ്പോൾ മനുവിന് സഹിക്കുന്നില്ല. മതി കരഞ്ഞത്. എനിക്ക് കാണണ്ട നിൻ്റെ ഈ കണ്ണീര്. ഞാനുണ്ടാവും നിൻ്റെ കൂടെ. നിൻ്റെ ഏതവസ്ഥയിലും കൂട്ടായി ഈ മനു ഉണ്ടാവും. അതുപോരെ നിനക്ക്. നീ വിഷമിക്കാതിരിക്കേ. ഇതിനൊക്കെ പരിഹാരം ഉടനെ ഉണ്ടാവും. അങ്ങനെ മനു കടപ്പാട്ടൂർ വീട്ടിൽ നിന്ന് പോരുന്നുണ്ട് കേട്ടോ, നേരെ കൊല്ലപ്പള്ളിയിലേക്ക്. മനു എത്തുമ്പോഴേക്കും വിവരങ്ങളൊക്കെ വൈജയന്തി രാജീവനെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. മനുവിനെ കണ്ടതും രാജീവൻ പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, കോംപ്രമൈസ് ടോക്കൊന്നും അവിടെ വില പോവില്ല. നിന്റെ ശ്രമം ഏതായാലും പരാജയപ്പെട്ടല്ലോ. ഇനി എൻ്റെ വഴി. ഇത് കേൾക്കുമ്പോൾ മനു പറയുന്നുണ്ട്, കൊച്ചച്ഛനങ്ങ് ചെന്ന് കയറി കൊടുക്ക്. അപ്പം അറിയാം വിവരം. ബാലേന്ദ്രനങ്ങൾ പഴയ ബാലേന്ദ്രനങ്ങളല്ല. ഇപ്പോൾ വൈജാന്തിയേക്കാൾ മുരട്ട സ്വഭാവമാണ്. എപ്പോഴാ എങ്ങനാ ചെയ്യാമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കൊച്ചച്ഛന് പോകണമെങ്കിൽ പോവാം. എന്തും നേരിടാൻ തയ്യാറായിട്ട് വേണം പോവാൻ. എനിക്കത്രേ പറയാനുള്ളൂ. ഇത് കേൾക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അത് നിനക്ക് ഈ കൊച്ചച്ഛനെ ശരിക്കും അറിയാത്തോണ്ടാ. ഈ ബാലേന്ദ്രനൊന്നും എൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഇതിനേക്കാൾ വലിയ കളികൾ കളിച്ചവനാ ഞാൻ. ഇതൊക്കെ എത്രയോ നിസ്സാരം. ആ പെണ്ണിനെ ഞാൻ പുഷ്പം പോലെ ഇറക്കി വിടും അവിടെ നിന്ന്. നമുക്ക് കാണാം. അങ്ങനെ രാജീവൻ പോകുന്നുണ്ട് കേട്ടോ കടപ്പാട്ടൂരേക്ക്. രാജീവനെ കണ്ടതും വൈജയന്തിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്കിനി ക്ഷമിക്കാൻ വയ്യ രാജീവേട്ടാ. അവളെ ഇപ്പം തന്നെ ഇറക്കി വിടണം, ഈ നിമിഷം. ഇത് കേൾക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അതിനല്ലേ ഞാൻ വന്നത്. എവിടെ അവള്? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അവളിപ്പോൾ ബാലേന്ദ്രൻ്റെ റൂമിലുണ്ട്. ബാലേന്ദ്രനുള്ള മരുന്നും കൊണ്ട് പോയതാ. കുറേ നേരമായി. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ തുടക്കം അവിടെ നിന്ന് തന്നെയാവാം. നിങ്ങളാരും എൻ്റെ ഒപ്പം വരണ്ട. ഞാനേതായാലും അവളെയും കൊണ്ട് താഴോട്ടല്ലേ വരുന്നത്. ഇവിടെ നിന്നാൽ മതി. അങ്ങനെ രാജീവൻ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ. രാജീവനെ കണ്ടതും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ആ വരണം വരണം, ഞാൻ ഒരുപാട് നേരമായി കാത്തിരിക്കുന്നു. നീ എന്താ വരാത്ര ലേറ്റായത്? അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, കൈപ്രയോഗം വേണ്ടെന്നാ വിചാരിച്ചത്. പക്ഷേ അവൾക്ക് അതാ താല്പര്യങ്ങേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്താടി, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇങ്ങോട്ട് ഇറങ്ങടി. രാജീവനെ കണ്ടതും അലീന വരണ്ടു പോയിട്ടോ. അങ്ങനെ രാജീവൻ അലീനയുടെ നേർക്ക് വന്നതും ബാലേന്ദ്രൻ എടേ കയറി ഒരു നിപ്പ. അങ്ങനെ അങ്ങ് പോയാലോ രാജീവ? പിന്നെ എന്തിനാ ഈ ഞാനിവിടെ നിൽക്കുന്നേ? എന്നെ മറികടക്കാതെ നിനക്ക് അവളെ തൊടാൻ പോലും പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, മാറി നിൽക്ക് ബാലേന്ദ്ര. താങ്കൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് മയമൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനെ നിൽക്കാനാണ് ഭാവമെങ്കിൽ ഞാൻ ചിലപ്പോൾ അതങ്ങ് മറക്കും. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഓ എനിക്കത് പുല്ലാണ്. നീ ഒരു ചുക്കും ചെയ്യില്ലടാ. ഇതേ നിന്റെ കൈതക്കൽ മാളിക വീടല്ല. ബാലചന്ദ്രമേനോൻ അധ്വാനിച്ച് പണിയെടുത്തുണ്ടാക്കിയ വീടാ. ഇവിടെ നിന്റെ ഒരു അഭ്യാസം നടക്കില്ല. അപ്പം രാജീവൻ പറയുന്നുണ്ട്, പണവും പ്രതാപമൊക്കെ നിനക്ക് ഇപ്പോഴല്ലേ ആയത്? ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിലെ ചായപ്പിൽ വന്ന് കഞ്ഞി കുടിച്ചവനല്ലേടാ നീ. വൈജയ്ക്ക് പണ്ട് ലവ് ലെറ്റർ കൊടുത്തതിൻ്റെ പേരിൽ നീ എത്ര അടി വാങ്ങിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. എന്നിട്ടും ഞങ്ങളുടെ വീട്ടുപടിക്ക് തന്നെ വന്ന് കരഞ്ഞു കിടന്നില്ലേ വൈജയനെ കെട്ടിച്ചു തരുമെന്ന് പറഞ്ഞിട്ട്. എന്നിട്ടിപ്പോൾ കെട്ടിച്ചു തന്നപ്പോൾ നിനക്ക് അവളെ മര്യാദയ്ക്ക് നോക്കാൻ പറ്റത്തില്ല അല്ലേ? ഇത് കേട്ടതും ബാലേന്ദ്രന് ദേഷ്യം വരാൻ തുടങ്ങിയിട്ടോ. ഓ നിങ്ങളുടെ പെങ്ങൾ പുരാണമൊന്നും കേൾക്കണ്ട. കെട്ടിച്ച് തന്നു പോലും. കണ്ടവൻ്റെ കൂടെ മതിച്ച് കൂത്താടി നടന്ന് പിഴച്ച് പെറ്റവളെയല്ലടാ നിങ്ങളൊക്കെ കൂടി എൻ്റെ തലയെ കെട്ടിവെച്ചത്. ഇത് കേട്ടതും രാജീവിന് ആകെ ഷോക്കായിട്ടോ. താൻ എന്താണോ പറഞ്ഞേ? സത്യം, പരമസത്യം, നിന്റെ പെങ്ങളുടെ ചരിത്രമാടാ ഞാൻ പറഞ്ഞത്. നിങ്ങളൊക്കെ എന്താ കരുതിയത്? ബാലേന്ദ്രനെ ജീവിതകാലം മുഴുവൻ പറ്റിക്കാന്നോ? സത്യം, അതെത്ര കുഴിച്ചു മൂടിയാലും ഒരു നാൾ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. നിങ്ങളെല്ലാവരും എന്നിൽ നിന്ന് മറച്ചു വെച്ച നിന്റെ പെങ്ങളുടെ ഭൂതകാലം ഇന്ന് എനിക്കറിയാടാ. ഇത് കേട്ടതും രാജീവിന് പറയാൻ മറുപടി ഇല്ലാതായിട്ടോ. അത് പിന്നെ ബാലേന്ദ്ര, നീ ഒന്നും പറയണ്ട. ചതിക്കപ്പെട്ട ഒരു ഭർത്താവാണ് ഞാൻ. എനിക്കിനി ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല. പക്ഷേ നിന്റെ പെങ്ങളോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ഈ 10-22 കൊല്ലം അവളെന്നെ ചതിക്കുകയായിരുന്നില്ലേ? അവൾക്ക് മാപ്പില്ല. നീ എന്താ കരുതിയത്? നിന്റെ ഗംഗേട്ടൻ മിലിട്ടറി ഇവിടെ വന്നിട്ട് പോയല്ലോ. സിംഗപ്പൂരിൽ നിന്ന് വരുന്നതിന് മുൻപേ നിനക്ക് അയാളെ ഒന്ന് ഫോൺ ചെയ്യായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ വരവ് തന്നെ നിനക്ക് ഒഴിവാക്കായിരുന്നു. പുലി പോലെ വന്നവൻ വാലും ചുരുട്ടി എലിയായിട്ടാണ് പോയത്. എന്തുകൊണ്ടാ? ന്യായം എൻ്റെ ഭാഗത്തായതുകൊണ്ട്, സത്യം എൻ്റെ ഭാഗത്തായതുകൊണ്ട്. നിങ്ങളൊക്കെ എന്നെ പറ്റിച്ചവരാ, ചതിച്ചവർ. നിങ്ങളോട് ആരോടും ഞാൻ ക്ഷമിക്കില്ല. ഇപ്പം നീ ചവിട്ടി പുറത്താക്കാൻ വന്നല്ലോ അലീന. ഇവൾ ആരാണ് നിൻ്റെ വിചാരം?
നിന്റെ അച്ഛൻ കൈതക്കൽ കുഞ്ഞിരാമമേനോൻ കാരണ ഇവളിന്നിവിടെ നിൽക്കുന്നത്. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ആ മനുഷ്യൻ വെറുതെ ഒരു അനാഥ പെൺകുട്ടിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് നീ വിചാരിച്ചോ? അങ്ങനെ വെറുതെ ഒന്നല്ല ഇവളെ കൂട്ടിക്കൊണ്ടു വന്നത്. അത് അയാളുടെ സ്വന്തം രക്തമായതുകൊണ്ടാണ്. 22 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പെങ്ങള് പ്രസവിച്ച് വലിച്ചെറിഞ്ഞ മോളാടാ ഇവള്. വയസ്സാം കാലത്ത് മാനസാന്തരം വന്ന കുഞ്ഞിരാമമേനോൻ ചെയ്തൊരു പുണ്യം. മോൾക്ക് അവിഹിതത്തിലുണ്ടായ കൊച്ചുമോളെ ഹോം നേഴ്സിൻ്റെ വേഷം കെട്ടിച്ച് വീട്ടിനകത്തോട്ട് കയറ്റി കൊണ്ടുവരിക. ബ്രില്യൻറ്റ്. നിന്റെ അച്ഛൻ്റെ ബുദ്ധി സമ്മതിച്ചിരിക്കുന്നു. ഇത് കേട്ടതും രാജീവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ബാലേന്ദ്ര, താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവള് വൈജയന്തിയുടെ മോളാന്നോ? തനിക്കെന്തോ തെറ്റിദ്ധാരണ സംഭവിച്ചതാ. ഒരു തെറ്റിദ്ധാരണയുമില്ല. ഞാനെല്ലാം അറിഞ്ഞു വെച്ചോണ്ടാണ് സംസാരിക്കുന്നത്. അലീന വൈജയന്തിയുടെ മോൾ തന്നെയാണ്. ഇനി നിനക്കെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ പോയി നിന്റെ ഗംഗേട്ടനെ വിളിക്കടാ. ആളോട് ചോദിക്ക് നീ. അങ്ങനെ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ രാജീവൻ ഗംഗേട്ടനെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഗംഗേട്ടാ, ഞാനിപ്പോൾ വൈജയന്തിയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ ഒരു കാര്യം അറിഞ്ഞു. അത് സത്യമാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഗംഗേട്ടനെ വിളിക്കുന്നത്. ബാലേന്ദ്രൻ പറയുന്നു, ഇവിടെ ഹോം നേഴ്സായി നിൽക്കുന്ന അലീന നമ്മുടെ വൈജയന്തിയുടെ മരിച്ചുപോയ മോളാന്ന്. അത് സത്യമാണോ? അപ്പോൾ ഗംഗാധരമേനോൻ പറയുന്നുണ്ട്, ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞോ? എങ്കിലത് സത്യമാണ്. എനിക്കും ഒരു സംശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഉറപ്പായി. അലീന നമ്മുടെ വൈജയന്തിയുടെ മോള് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മുടെ അച്ഛൻ അവളെ തന്നെ സെലക്ട് ചെയ്തത്. ഒരുപക്ഷെ നമ്മളാരും അവളെ തേടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാവും അവൾ മരിച്ചു പോയെന്ന് അച്ഛൻ പറഞ്ഞത്. അത് വൈജയുടെ ജീവിതത്തെ ബാധിക്കരുതെന്ന് കരുതിയിട്ടാവും. പക്ഷേ ഇപ്പം എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ? ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു. ഇത് കേട്ടോടുകൂടി രാജീവന് വിശ്വാസമായി കേട്ടോ. രാജീവൻ ഫോൺ കട്ട് ചെയ്ത് ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. ബാലേന്ദ്ര, തന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ പെങ്ങളുടെയും മക്കളുടെയും ജീവിതം ഇനി തൻ്റെ കയ്യിലാണ്. തനിക്ക് വേണമെങ്കിൽ അത് തകർക്കാം, അല്ലെങ്കിൽ മുമ്പോട്ട് കൊണ്ടുപോകാം. അതൊക്കെ തൻ്റെ കയ്യിലായിരിക്കുന്നത്. തകർക്കരുതെന്ന് അപേക്ഷിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് രാജീവൻ അലീനയുടെ നേർക്ക് തിരിയുന്നുണ്ട് കേട്ടോ. മോളെ, നിന്നോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ക്ഷമിക്കണം. നീ ആരാണെന്ന് അറിയാതെ ഞാൻ. നീ ഒരിടത്തും പോണ്ട, ഇവിടെ നിന്നാൽ മതി. ബാലേന്ദ്രൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ പോവാ. അങ്ങനെ പറഞ്ഞ് രാജീവൻ പോകുന്നുണ്ട് കേട്ടോ. രാജീവൻ തല കുനിച്ചിറങ്ങി വരുന്നത് കണ്ടിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, അവളെവിടെ? അവളെ ഇറക്കിക്കൊണ്ട് പോരാന്ന് പറഞ്ഞിട്ട് എന്താ രാജീവേട്ട ഉണ്ടായത്? അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, വൈജയ്, നിന്നോട് എന്ത് പറയണമെന്ന് എനിക്ക് അറിയുന്നില്ല. തൽക്കാലം അലീന ഇവിടെ നിൽക്കട്ടെ. നീ ബാലേന്ദ്രനെ എതിർക്കാനൊന്നും പോകണ്ട. അയാൾ എന്താണോ പറയുന്നത് അത് അക്ഷരം പ്രതി അനുസരിച്ചോ. അതിലാ നിൻ്റെ മക്കളുടെയും ഭാവി ഇരിക്കുന്നത്. എനിക്കത്രേ പറയാനുള്ളൂ. നിൻ്റെ ജീവിതം നിൻ്റെ കയ്യിലായിരിക്കുന്നത്. അത് തകർക്കണോ വേണ്ടയോ എന്ന് നീ ആലോചിക്കേ. ബാലേന്ദ്രനെ അനുസരിച്ചാൽ നിനക്ക് പഴയ പോലെ ജീവിച്ചു പോവാം. അല്ലെങ്കിൽ നിൻ്റെ കുടുംബജീവിതം തകരും. ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. ഞാൻ ഇന്ന് തന്നെ സിംഗപ്പൂർക്ക് തിരിച്ചു പോവും. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അങ്ങനെ പറഞ്ഞ് രാജീവൻ തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഒന്നും മനസ്സിലാവാതെ വൈജയന്തി അന്തം വിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇനി സംഭവിക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്